നമ്മുടെ മസാല ദോശ പറഞ്ഞാൽ ചില്ലറ ദോശയല്ല, ഒന്നൊന്നര മസാല ദോശയാണ്. ഹായ്, എല്ലാവർക്കും പാടേ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു മസാല ദോശയാണ്. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിലേക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് കാണിച്ചാൽ അത് സിമ്പിള് ദോശയാണ്. ദോശമാവ് നമ്മുടെ ഇവിടെ അരച്ചതാണ്. ഇവിടെ എപ്പോഴും നമ്മൾ അരുവിൽ നിന്ന് അരയ്ക്കുന്നതാണ്. നമ്മൾ അരച്ച മാവാണ്. ആദ്യം വേണ്ടത് ഉരുളൻകിഴങ്ങ്, 2 വലിയുള്ളി, 1 പീസ് ഇഞ്ചി, 2 പച്ചമുളക്, മല്ലി, കറുവേപ്പിലൻ്റെ ഇല, കടുക്, പച്ചക്കടലപ്പരിപ്പ്, ഇത്രയും മാത്രമാണ് ചെയ്യുന്നത്. ഇത് നമ്മൾക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ് കട്ട് ചെയ്യുന്നത്. മസാല ദോശ ചെറുതായിട്ട് നമ്മൾ കുക്കറിൽ ഞാൻ വേവിക്കുന്നത്, പാത്രത്തിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ വേവിക്കാം. പക്ഷെ ഞാൻ കുക്കറിലാകുമ്പോൾ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കാണിക്കുന്നത്. വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചട്നി വേണ്ടി വരില്ല. ചട്നി അരച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എളുപ്പത്തിൽ മസാല ദോശ ഉണ്ടാക്കുന്നത്. എല്ലാം മുറിച്ച് കഴിഞ്ഞു. നമുക്കിതിനൊന്ന് നല്ലപോലെ കഴുകി കുക്കറിൽ ഒരു 2 വിസിൽ എളുപ്പത്തിനാണ്. ഇതിപ്പോൾ നമുക്ക് സാധാരണ എന്തെങ്കിലും വേവിക്കാം. കുക്കറിലാകുമ്പോൾ എളുപ്പമാകുമല്ലോ എന്ന് വെച്ചിട്ടാണ്. കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് മതി വെള്ളം. ഇപ്പോൾ കുക്കറിൽ 2 വിസിൽ വരട്ടെ. അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഉള്ളി എങ്ങനെ വേണമെങ്കിൽ പൊടിയായി അരിയണം. രണ്ട് വിസിൽ വന്ന് നമുക്ക് ഓഫാക്കിയിടാം. ഒന്ന് പ്രഷർ പോട്ടെ. അത് വരയ്ക്കും നമുക്ക് കടുക് തിളപ്പിച്ച് ഉള്ളിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. മസാല ദോശയ്ക്ക് നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന്, ഞാൻ സൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് മതി. കുറച്ച് കടുവിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ലേശം, ഇത് പച്ചക്കടല പരിപ്പാണ്, ഇതിട്ട് കൊടുക്കണം. കുറച്ച് മതി. വേണിച്ചിട്ടാൽ മതി. എല്ലാവർക്കും അത് വേണം നിർബന്ധമില്ല. അത് കഴിഞ്ഞത് ഇടേണ്ടത് പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോയെന്ന് കണ്ടാൽ നമ്മൾക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ വന്നിട്ട് ഇതൊന്ന് നല്ലോണം വരണ്ട് വരണം. പച്ച മണം നന്നായി പോകണം. അത്ര നേരം നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു കറുവേപ്പിലൻ്റെ തണ്ട് ഊരിയിടണം. ഒരു തണ്ട് ആവശ്യത്തിനത്ര ഇടാം. ലേശം മഞ്ഞൾപ്പൊടി ഇടണം, നമുക്കൊരു കളറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ വെള്ളത്തോടെ ഞാൻ ഇടണമെങ്കിലും ഇടാം. അതങ്ങനെ വെള്ളം ആക്കിയിട്ടും ആക്കാം. നമുക്ക് കുക്കറിലാകുമ്പോൾ വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലിട്ടതാണ്. നിങ്ങളുടെ സൗകര്യം പോലെ വേവിക്കും. ഇതിൽ തന്നെ നമുക്കിത്തിരി കല്ലുപ്പിട്ട് കൊടുക്കാം. ലേശം കല്ലുപ്പാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലൊന്ന് ഇളക്കി വിടണം. ഉപ്പ് ഇതെല്ലാം ഇട്ടതല്ല, മസാല ഒന്നും ശരിയാണ്. നമുക്കിത് പൊടിഞ്ഞ് വരും വേണം. ദോശയിൽ ഇടുന്നതാണല്ലോ. നല്ലപോലെ ഒന്ന് മുറുകട്ടെ. അപ്പോൾ മസാല ദോശയ്ക്ക് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ദോശ ഉണ്ടാക്കാം. അപ്പോൾ മസാലയൊക്കെ തയ്യാറായി കഴിഞ്ഞ് നമുക്ക് ദോശക്കല്ല് വയ്ക്കുക. മസാല ദോശയൊന്ന് ഒഴിച്ച് നോക്കാം. മാവൊക്കെ നമ്മൾ അരച്ച മാവാണ്, വാങ്ങിച്ചതല്ല. നമ്മൾ അരച്ച മാവിലാണെങ്കിൽ നന്നായി ഉണ്ടാക്കാൻ കിട്ടും. മേടിക്കുന്ന മാവ് കുറച്ച് ഒട്ടൽ കൂടുതലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളാകുമ്പോൾ നല്ല ഉഴുന്നൊക്കെ ഇട്ട് നല്ല നൈസായി അരയ്ക്കുമല്ലോ. കടയിൽ നിന്നാകുമ്പോൾ ഇത്തിരി ഒരു തരിതരിപ്പ് ഉണ്ട്. അല്ല, ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് ദോശ ഒഴിച്ച് നോക്കിയാലോ. നൈസായിരിക്കണം. നമ്മളിവിടെ സൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലേശം എണ്ണയൊന്ന് വെറുതെ ഒന്നിങ്ങനെ തൂടി കൊടുക്കുക. നല്ല പോലെ ഒന്ന് മൊരിയട്ടെ. എന്നിട്ട് നമുക്ക് മസാല ഇട്ടു. ദോശ നമുക്കൊന്ന് ഇതിനെ മറിച്ചിടാം. എന്നിട്ട് ഉള്ളും കൂടെ ഒന്ന് വെന്തിട്ട് നമുക്കിടാന്ന്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ദോശ. അപ്പോൾ നല്ല ഒന്നിങ്ങനെ വെന്തതിന് ശേഷം ഒന്നും കൂടെ നമ്മളൊന്നും കൂടെ തിരിച്ചിടുക. തിരിച്ചിട്ട് നമുക്ക് മസാല ആവശ്യത്തിന് എടുത്തിട്ട്, അപ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കണം.
ആവശ്യത്തിന് ഇട്ടാൽ മതി മസാല. കൂടുതൽ കഴിക്കണമെന്ന് വെച്ചാൽ ഓരോ ദോശയും കൂടുതലിടാം, കമ്മി കഴിക്കണമെന്ന് വെച്ചാൽ കമ്മി. നെയ്യൊന്ന് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നമുക്കിനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഇങ്ങനെ ആയിരിക്കണം കറക്റ്റായിട്ട്. ഒന്ന് നമുക്ക് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. മസാല ദോശ ബാബോ, മസാല ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉള്ളത്, ഒന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ മസാല ദോശകൾ ഇവിടെ മടക്കേന്ന് വെച്ചിരിക്കുകയാണ്. കാണുമ്പോ തന്നെ അറിയാം നല്ല മസാല കളർ, അടിപൊളി. ചൂടുള്ളത് എടുക്കാം. അപ്പോ നല്ല ചൂടുള്ള മസാല ദോശ ലൈവായിട്ട് പാത്രത്തിലോട്ടിട്ട് അതിനെ നെയ്യിന്റെ മണം നമുക്ക് ആവി വരുന്നുണ്ടാ. വെറുതെ പറയല്ല, ചൂടോടെ കഴിക്കണം, എന്നാലാണ് അതിന്റെ ഇത് കണ്ടില്ലേ, മസാലയൊക്കെ പിടിച്ച് തവിട് പൊടിയായിട്ട് ആവി വരും. ചൂടോടെ ആവി വരുന്നുണ്ടാ. എല്ലാവരുടെയും മസാലയൊക്കെ ആയി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തന്നെ കഴിക്കണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. സംഭവം കിടിക്കുന്നുണ്ട്. പുഷ്പമ്മന്റെ മസാല ദോശ പറഞ്ഞാൽ ചില്ലറ ദോശയല്ല, ഒന്നൊന്നര മസാല ദോശയാണ്. അത് ചട്നിയും സാമ്പാർ ഉണ്ടെങ്കിലും അടിപൊളിയാണ്, പക്ഷെ ചട്നിയും സാമ്പാർ ഇല്ലാണ്ടും സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ടിഫിനിലാക്കി കൊടുത്താൽ എങ്ങനെയുണ്ടാവും? മസാല ദോശ പോലെ ഉണ്ടാവും. അടിപൊളിയായിരിക്കും, കുട്ടികൾക്കൊക്കെ ഇഷ്ടവും. സംഭവം അടിപൊളിയുണ്ട്. പുഷ്പമ്മ രാവിലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് സുഖമായി കഴിക്കാം. ഓഫീസിൽ പോണവർക്ക് സുഖമാണ്. 2 മസാല ദോശയും ഒരു ചായയും കുടിച്ചാൽ. എനിക്ക് വിശന്നിട്ടാണോ എന്നറിയില്ല, ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയുണ്ട്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറന്നുപോയി എല്ലാം. വ്ളോഗാണെന്നുള്ളത് മറന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാം, ഈ മസാല വെച്ച് ട്രൈ ചെയ്യാം, അടിപൊളിയായിരിക്കും. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമുക്കപ്പോൾ എന്ത് ചെയ്യാം, അടുത്തത് ഇതിനിവിടെ സൂപ്പർ കിടുവായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അടുത്ത കിടുവായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോയ്ക്കും നല്ല സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുഷ്പമ്മന്റെ പുതിയ കിടു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും പാടി കിച്ചൻ്റെ ബൈ.